പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 7 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. കേരളത്തിൽ കവാച്ച് വരാൻ പോകുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ കവാച്ച് സിസ്റ്റം കേരളത്തിൽ ഏത് റൂട്ടിലാണ്? രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ ഹെഡ് കോച്ച് ആരായിരിക്കും? അതുപോലെ തന്നെ പാരീസ് ഒളിമ്പിക്സ് അവസാനിക്കുകയാണ് നാളെ. ആരാണ് ഇന്ത്യയുടെ പതാകവാഹകർ? ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. എന്നും കറണ്ട് അഫേഴ്സ് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നോളജ് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് സെപ്റ്റംബർ 7 ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. കേരളത്തിൽ ആദ്യമായി കവാച്ച് സംവിധാനം ഏത് റൂട്ടിലാണ് റെയിൽവേ സ്ഥാപിക്കുന്നത്? എറണാകുളം ഷൊർണൂർ റെയിൽ ഇടനാഴി. എറണാകുളം ഷൊർണൂർ റെയിൽ കോറിഡോറിലെ കേരളത്തിൽ ആദ്യമായിട്ട് കവാച്ച് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അതായത് 107 കിലോമീറ്റർ എറണാകുളം ഷൊർണൂർ റെയിൽ കോറിഡോറിലാണ് കവാച്ച് സിസ്റ്റം വരാൻ പോകുന്നത്. 68 കോടി രൂപ മുതൽ മുടക്കുള്ള ഒരു ടെൻഡർ ആണ് ഇപ്പോൾ റെയിൽവേ ക്ഷണിച്ചിട്ടുള്ളത്. 107 കിലോമീറ്റർ എറണാകുളം ഷൊർണൂർ റെയിൽവേ ആയിരിക്കും കേരളത്തിലെ ആദ്യത്തെ കവാച്ച് സിസ്റ്റം വരാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കവാച്ച്? ഇതൊരു ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റമാണിത്. നമുക്കെല്ലാവർക്കും അറിയാം, റെയിൽവേയിൽ വരുന്ന അപകടങ്ങൾ മിക്കവാറും അത് ബ്രേക്കിംഗ് സിസ്റ്റം ആയിരിക്കും, എന്തെങ്കിലും അല്ലെങ്കിൽ കൂട്ടിയിടി ആയിരിക്കാം. കൂടുതലും വരുന്ന കൂട്ടിയിടിച്ചിട്ടുള്ള ആക്സിഡന്റ് ആണ് സംഭവിക്കുന്നത്. ഇതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് കവാച്ച് സിസ്റ്റം. ഇത് കൺട്രോൾ ചെയ്യുന്ന സാറ്റലൈറ്റ്സ് ആണ്. സാറ്റലൈറ്റ് സിഗ്നലിലൂടെ ഒരുപക്ഷെ ഡ്രൈവർ ഉറങ്ങിപ്പോവുകയോ റെഡ് ലൈറ്റ് നിൽക്കുന്ന വണ്ടി വേറൊരു വണ്ടി വന്ന് ഇടിക്കാതിരിക്കുകയോ ഇതിനുള്ള ആ ഒരു കൺട്രോൾ ചെയ്യുന്ന ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കവാച്ച്. ഇതിൻ്റെ മൊത്തം കൺട്രോൾ സാറ്റലൈറ്റ് വഴിയാണ്. ഇത്തരത്തിലുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം കവാച്ച് ആണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ എറണാകുളം ഷൊർണൂർ റെയിൽ കോറിഡോറിൽ സ്ഥാപിക്കാൻ പോകുന്നത്. ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ആണ്. അതായത് റെയിൽവേയുടെ ഒരു റിസർച്ച് ഓർഗനൈസേഷൻ ആണ്, ഒരു സംഘടനയാണ് റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ. ഇത് ഉത്തർപ്രദേശിലെ ലക്നൗ ആണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ. ഇന്നിപ്പോൾ ഏതാണ്ട് 68,000 കിലോമീറ്റർ റെയിൽ നെറ്റ്വർക്കിലാണ് കവാച്ച് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായിട്ട് വരാൻ പോകുന്നു. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ആരായിരിക്കും പതാകവാഹകർ? ഹർവിന്ദർ സിംഗും പ്രീതി പാലും. നാളെ സെപ്റ്റംബർ 8 പാരീസിലെ പാരാലിമ്പിക്സ് സമാപിക്കുകയാണ്. ഇതിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ബെയറേഴ്സ് പതാകവാഹകർ ആയിരിക്കുള്ളൂ ഹർവിന്ദർ സിംഗ്, പ്രീതി പാൽ. തുടക്കത്തിൽ, അതായത് ഓപ്പണിംഗ് സെറിമണി പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യൻ അത്ലറ്റ്സ് ആയിട്ടുള്ള ഭാഗ്യശ്രീ ജാദവും സുമിത് അന്തിൽ ആയിരുന്നു. ഇപ്പോൾ അവസാന ദിവസം, അതായത് ക്ലോസിംഗ് സെറിമണിയിൽ ഇപ്പോൾ ഹർവിന്ദർ സിംഗും പ്രീതി പാൽ. 84 സ്പോർട്സ് താരങ്ങളാണ് 2024 പാരീസ് പാരാലിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ളത്. 12 സ്പോർട്സ് ഇനങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി 23 വയസ്സുള്ള പ്രീതി പാൽ ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്ത്യൻ അത്ലറ്റ് ആണ് ട്രാക്ക് ആൻഡ് ഫീൽഡിൽ മെഡൽ നേടുന്നത്. അതുപോലെ തന്നെ 33 വയസ്സുള്ള ഹർവിന്ദർ സിംഗ് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു അമ്പെയ്ത്ത് പ്രൊഫഷണൽ ആണ് പാരാലിമ്പിക്സിൽ ഗോൾഡ് നേടുന്നത്. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ഹർവിന്ദർ സിംഗ് മെഡൽ നേടിയിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ, അതായത് 2024 പാരീസ് പാരാലിമ്പിക്സിൽ ആണ് അദ്ദേഹം ഗോൾഡ് നേടുന്നത്. ഇതാദ്യമായിട്ടാണ് ഇന്ത്യക്ക് പ്രൊഫഷണൽ താരമായിട്ടുള്ള ഹർവിന്ദർ സിംഗിന്റെ ഈ ഒരു ഗോൾഡ് മെഡൽ, ഇന്ത്യയുടെ ആദ്യത്തെ അമ്പെയ്ത്ത് ഇനത്തിൽ സ്വർണം. ഒന്നിലധികം വർഷത്തെ രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ പരിശീലകനായി ആരെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്? രാഹുൽ ദ്രാവിഡ്. ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റിന്റെ മുൻ കളിക്കാരൻ, അതുപോലെ തന്നെ മുൻ ക്യാപ്റ്റൻ, ഇന്ത്യയുടെ കോച്ച് ആയിരുന്ന രാഹുൽ ദ്രാവിഡ് ഇനിയിപ്പോൾ IPL ഫ്രാഞ്ചൈസി ആയിട്ടുള്ള രാജസ്ഥാൻ റോയൽസിന്റെ ഹെഡ് കോച്ച് ആയിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. ശ്രീലങ്കൻ ക്രിക്കറ്റ് താരമായിരുന്ന കുമാർ സംഗക്കാരയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് ഓഫ് ദി റോയൽസ്. രാഹുൽ ദ്രാവിഡ് ആണെങ്കിൽ 3 വർഷമാണ് ഇന്ത്യയിലെ നാഷണൽ കോച്ച് ആയിട്ട് അദ്ദേഹം സേവനം നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഫ്രാഞ്ചൈസിയിലെ ആദ്യത്തെ 8 ടീമിൽ ഉണ്ടായിരുന്ന ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ്. രാജസ്ഥാൻ റോയൽസ് 2008 സ്ഥാപിതമായിട്ടുള്ളത്. ഈ ഒരു ടീമിന്റെ കോച്ച് ആയിട്ടാണ് ഇപ്പോൾ രാഹുൽ ദ്രാവിഡ്. രാജസ്ഥാൻ റോയൽസിന്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ആണ് കേരളത്തിലെ സഞ്ജു സാംസൺ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഹൈജംപ് T64 ഇന്ത്യക്കായി 6ാമത്തെ സ്വർണം നേടിയത് ആരാണ്? പ്രവീൺ കുമാർ ഹൈജമ്പിൽ T64 എന്ന ആ കാറ്റഗറിയിൽ ഇന്ത്യക്ക് 6ാമത്തെ സ്വർണം നേടിക്കൊടുത്തു. അതായത് ടോക്കിയോ പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹൈജംപ് T64 ഫൈനൽ മത്സരത്തിൽ പ്രവീൺ സിൽവർ നേടിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒളിമ്പിക്സിൽ പ്രവീണിന് സിൽവർ നേടിയിരുന്നു. ഈ പ്രാവശ്യം
പാരീസ് പാരാളിമ്പിക്സിൽ പ്രവീൺ കുമാർ T64 എന്ന ഇനത്തിൽ ഗോൾ നേടി. ഇത് ഇന്ത്യയുടെ 6ാമത്തെ ഗോൾ ആണ്. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 5 ഗോൾ ആണ് ലഭിച്ചത്. എന്നാൽ ഈ പ്രാവശ്യത്തെ പാരീസ് പാരാളിമ്പിക്സിൽ ഇന്ത്യക്ക് 6 ഗോൾ ആണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഷോട്ട് പുട്ട് F57 എന്ന ആ കാറ്റഗറിയിൽ ഹൊക്കാറ്റോ സീമ ഇന്ത്യയുടെ ബ്രോൺസ് കരസ്ഥമാക്കി. പ്രവീൺ കുമാർ 2.08 മീറ്റർ ചാടിക്കൊണ്ടാണ് ഇന്ത്യക്ക് വേണ്ടി T64 എന്ന മെൻസ് ഹൈ ജമ്പിൽ ഗോൾ നേടുന്നത്. ഏത് കായിക ഇനത്തിൽ പാരാളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റായി കപിൽ പർമാർ മാറി? ജൂഡോ. ഇന്ത്യയിലെ പാരാ ഗെയിംസിൽ ജൂഡോ എന്ന ഇനത്തിൽ പ്രൊഫഷണൽ താരമാണ് കപിൽ പർമാർ. അപ്പോൾ കപിൽ പർമാർ അദ്ദേഹത്തിൻ്റെ ഈവൻ്റ് എന്ന് പറയുമ്പോൾ ജൂഡോ ആണ്. ഇന്ത്യക്ക് ആദ്യമായിട്ട് ജൂഡോ എന്ന ആ ഗെയിംസിൽ പാരാളിമ്പിക്സിൽ മെഡൽ നേടുന്നത് കപിൽ പർമാർ വഴിയാണ്. 60 കിലോഗ്രാം J1 എന്ന കാറ്റഗറിയിലാണ് ബ്രസീലിലെ എലൈറ്റൻ ഡി ഒലിവേറിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കപിൽ പർമാർ ഇന്ത്യക്ക് വേണ്ടി ബ്രോൺസ് നേടുന്നത്. 2022 ഏഷ്യൻ ഗെയിംസിൽ കപിൽ പർമാർ സിൽവർ മെഡൽ നേടിയിരുന്നു. പർമാറിന്റെ സ്വദേശം എന്ന് പറയുമ്പോൾ മധ്യപ്രദേശിലെ ഷിവൂർ എന്ന കൊച്ചു ഗ്രാമമാണ്. ജൂഡോ എന്ന ഇനത്തിലാണ് കപിൽ പർമാർ ഇന്ത്യക്ക് വേണ്ടി ബ്രോൺസ് നേടിയിട്ടുള്ളത്. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം ജ്യോതി ബർവാൾ. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇന്ത്യക്ക് ആദ്യത്തെ ഒരു സ്വർണ്ണം നേടിക്കൊടുത്തിട്ടുള്ളത് ജ്യോതി ബർവാൾ ആണ്. 76 കിലോഗ്രാം എന്ന കാറ്റഗറിയിലാണ് ജ്യോതി ബർവാൾ ഇന്ത്യക്ക് വേണ്ടി അണ്ടർ 20 വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2024 സ്വർണം നേടുന്നത്. ആദ്യത്തെ ഒരു സ്വർണമാണ് ഇന്ത്യക്ക്. സ്പെയിനിലെ പോണ്ടിവേട്ര മുനിസിപ്പൽ സ്പോർട്സ് കോംപ്ലക്സിലാണ് ഇപ്പോൾ അണ്ടർ 20 വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2024 നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ 30 ഇന്ത്യൻ റെസ്ലേഴ്സ് ആണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് ഇപ്പോൾ 5 മെഡൽസ്, ഇതിൽ 1 ഗോൾഡ്, 1 സിൽവർ, 3 ബ്രോൺസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രൊഫഷണൽ ഫീമെയിൽ റെസ്ലർ ആണ് ജ്യോതി ബർവാൾ. അണ്ടർ 76 കാറ്റഗറിയിലാണ് ജ്യോതി ബർവാളിന് ഗോൾഡ് ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ സെപ്റ്റംബർ 6 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, 2024 ICC പുരുഷ T20 ലോകകപ്പിൽ എത്ര ടീമുകൾ പങ്കെടുത്തു? ഇതിൻ്റെ ഉത്തരം 20 ടീം. 20 ടീം ആണ് ICC മെൻസ് T20 വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നത്. ജൂൺ 1 മുതൽ ജൂൺ 29 വരെയായിരുന്നു ഈ മത്സരം. ഇത് നടന്നിട്ടുള്ളത് വെസ്റ്റ് ഇൻഡീസിലും USA-യിലായിരുന്നു. ICC മെൻസ് T20 വേൾഡ് കപ്പ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയാണ് വിജയിച്ചിട്ടുള്ളത്. സൗത്ത് ആഫ്രിക്ക പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ കിരീടം കരസ്ഥമാക്കുന്നത്. 20 ടീം പങ്കെടുത്തിട്ടുള്ള ഈ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി സീരീസ് ആയിരുന്നു ജസ്പ്രീത് ബംറ. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കേരളത്തിൽ ആദ്യമായി കവാച്ച് സംവിധാനം ഏത് റൂട്ടിലാണ് റെയിൽവേ സ്ഥാപിക്കുന്നത്? എറണാകുളം ഷൊർണൂർ റെയിൽ ഇടനാഴി. 2024 പാരീസ് പാരാളിമ്പിക്സ് ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ആരായിരിക്കും പതാകവാഹകർ? ഹർവിന്ദർ സിംഗ്, പ്രീതി പാൽ. ഒന്നിലധികം വർഷത്തെ രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ പരിശീലകനായി ആരെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്? രാഹുൽ ദ്രാവിഡ്. 2024 പാരീസ് പാരാളിമ്പിക്സിൽ ഹൈജംപ് T64 ഇന്ത്യക്കായി 6ാമത്തെ സ്വർണം നേടിയത് ആരാണ്? പ്രവീൺ കുമാർ. ഏത് കായിക ഇനത്തിൽ പാരാളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റായി കപിൽ പർമാർ മാറി? ജൂഡോ. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം ജ്യോതി ബർവാൾ. ഇന്ന് സെപ്റ്റംബർ 7 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഹൗ മെനി മെഡൽസ് ഇന്ത്യ വൺ അറ്റ് ദി ടോക്കിയോ പാരാളിമ്പിക്സ് 2020? 2020 ടോക്കിയോ പാരാളിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് PDF ഫോർമാറ്റിൽ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ഓരോ കാര്യങ്ങളും സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. അത് ജനറൽ നോളജ് ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, ഏതൊരു സബ്ജക്റ്റിലും അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സിലും നമ്മൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്താലും അത് നമ്മുടെ പ്രാക്ടീസ് ആണ്, അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് അവിടെ വർദ്ധിപ്പിക്കുക.
ഇവിടെയും നമ്മൾ കറണ്ട് അഫേഴ്സ് ഓരോ ദിവസം പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് തീർച്ചയായിട്ടും വർദ്ധിക്കും. അതുകൊണ്ട് എന്നും സമയം കണ്ടെത്താൻ ശ്രമിക്കൂ. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.